ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് അത് ഒരിക്കൽ കൂടി കൊണ്ടുവരാണ്. കൊൽ പറയൂ പ്രവാചകരെ, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. ഇമാമിയങ്ങൾ പിൻപറ്റാൻ പാടില്ല, നേതാക്കന്മാരെ പിൻപറ്റാൻ പാടില്ല, പണ്ഡിതന്മാരെ പിൻപറ്റാൻ പാടില്ല, സമസ്തക്കാരുടെ പ്രമേയത്തെ പിൻപറ്റാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി ശരീഅത്തിൽ തെളിവ് ഉണ്ടോ? നബി സാഹിബ് ചോദിച്ചു മാർഗത്തിലുണ്ടോ? അതിനാണ് പിൻപറ്റേണ്ടത്. അതേതാ ആരെയാണ് പിൻപറ്റേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റേണ്ടത്. മാ അന അലൈഹി വസഹബി, ഞാൻ എൻ്റെ സാഹിബ് ചെയ്ത ആ മാർഗം. അത് പിൻപറ്റാനാണ് ആര് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത്. അത്തിയുല്ലാഹ് അത്തി റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ഉമ്മത്തി റസൂൽ ഫഖദ് അല്ലാഹ്, വല്ലവനും അള്ളാഹുവിനെ അനുസരിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. ഉമ്മത്തി റസൂല, വല്ലവനും എന്ത് ചെയ്തു? അനുസരിച്ചു. ആരെ? റസൂലിനെ. ഫഖദ് അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, പിൻപറ്റേണ്ടത്, മാതൃകയായി സ്വീകരിക്കേണ്ടത്. അല്ലാതെ അമ്മ വാപ്പന്മാരെയോ പൂർവികന്മാരെയോ അതേപോലെ തന്നെ കേരളത്തിൽ മുസ്ലിം അനേകം വർഷം മുസ്ലിങ്ങൾ അനൗഷണം ചെയ്ത് വന്നോ പിൻപറ്റിക്കൂടാ. ഇസ്ലാം പുറത്തു പോകും. അവർക്ക് തെറ്റും ശരിയും ചെയ്യുന്നവരാണ്. തെറ്റുകളൊന്നും ചെയ്യാത്ത പ്രവാചകരെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റേണ്ടത്. ആര് പറഞ്ഞു മറ്റുള്ളവർ തെറ്റുകുറ്റവും ചെയ്യും? മഹാന്മാരെ ആളുകൾ തെറ്റുകുറ്റവും ചെയ്യുന്നു. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു, കുല്ലു ബനി ആദം ഖതാഉൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാവുന്നു. ഖൈറുൽ ഖതാഇൻ തവ്വാബൂൻ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഉത്തമന്മാർ ഭക്ഷ്യവിശുദ്ധ പാപവും നേടുന്നവരാവുന്ന. ധാരാളം പാപവും പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആലയും ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ അള്ളാഹുവിനോടാണ്, മറ്റാരോടും പ്രവാചകനോട് ആരോടും ഇല്ല. ഇസ്തിഗ്ഫാറും പാപവും നേട്ടങ്ങളൊക്കെ അള്ളാഹുവിനോടാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിക്കുക. അതിൽ ഇടവന്മാർ ആരും വേണ്ട, ശുപാർശക്കാരും വേണ്ട. പ്രാർത്ഥനകൾ, നേർച്ചകൾ ഒക്കെ അള്ളാഹുവിനെ അർപ്പിക്കുക. അതാണ് അത് പഠിപ്പിച്ചു തരാണ് പ്രവാചകനയച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബാദത്തുകൾ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് മാതൃകയായി നമ്മൾ മുമ്പ് ജീവിച്ചുപോയി. സാഹിബന്മാർ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും മാതൃക സ്വീകരിച്ച് നബി സമയത്ത് വെച്ച മാർഗം. അതാണ് നമ്മുടെ പ്രമേയം. സമസ്തക്കാരതോ കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കി. അന്ധവിശ്വാസം, അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തെറ്റുകുറ്റങ്ങൾ വരും. തെറ്റുകുറ്റങ്ങൾ പിൻപറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ തെറ്റുകുറ്റം പറ്റൂല എന്ന് ആരെ പറഞ്ഞു? ആരും പറയില്ലല്ലോ. പിൻപറ്റരുത് എന്നല്ലേ പറഞ്ഞത്? എന്നെ പിൻപറ്റുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, എന്നെ പിൻപറ്റുക. അപ്പോൾ എന്നെ പിൻപറ്റുക എന്ന് ഖുർആനിൽ പറയാണ്. അങ്ങനെ പറയാൻ അള്ളാഹ് കൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താലോ? പറയൂ പ്രവാചകരെ, നബിയെ പറയുക. എന്താ പറയേണ്ടത്? ഇൻകും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. മാത്രമല്ല ഗഫറ ലക്കും ദുനൂബക്കും, പാപങ്ങളൊക്കെ തന്നെ അല്ലാഹു പൂർത്തി തരും. പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ ഏതോ അത് നോക്കിയിട്ട് അത് പഠിച്ചറിഞ്ഞ് അത് പിൻപറ്റിയാൽ നബി സാഹിബ് ചോദിച്ച മാർഗം അന അലി വസാബി, ഞാൻ എൻ്റെ സാഹിബ് ഏത് മാർഗത്തിൽ ആ മാർഗം. അതാണ് ഹിദ് മുസ്തഖീം, ചൊവ്വായ പാത. ഇതിൽ നിന്ന് ഞങ്ങളെ നയിക്കണമേ, കാണിച്ചു തരണമേ. സ്വാത്തുല്ലദീന അൻഅംത നീ അനുഗ്രഹിച്ച പാത. അതേതോ നബി സാഹിബ് ചോദിച്ച മാർഗം. അതിൽ മഹദൂബിയും കോപ്പദ്വേദന്മാരുടെ പാതയല്ല, അത് ക്രിസ്ത്യാനിയുടെ പാത. അത് ശിർക്കും വിദ്യാർത്ഥി ചെയ്തു. ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു, ഉള്ള കാര്യം വെട്ടിച്ചുറച്ചു. സമസ്തക്കാർ പ്രമേയം എഴുതിണ്ടാക്കിയ പോലെ ധാരാളം ഇല്ലാത്ത മാർഗങ്ങളാണ് ആ പ്രമേയത്തിൽ എഴുതി ചേർത്തിയിട്ടുള്ളത്. അതിനെ പ്രശ്നം പിടിപ്പിക്കാത്തതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരായത്തിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൽ റസൂലും പഠിപ്പിക്കാത്ത കാര്യം ഹലാലായ കാര്യം ഹറാമാക്കുക, ഹറാമായ ഹലാലാക്കുക, എന്നിട്ട് അത് പിൻപറ്റിയാൽ അത് അവരെ ആരാധന ചെയ്യുന്ന തുല്യമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരായത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ആയത്ത് ആവർത്തിച്ച് സൂറത്ത് ആലിൽ 51-ാമത്തെ ആയത്താണ് ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളും മനസ്സിലാക്കണം. പറഞ്ഞു വന്നത് ഇൻകും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പറയുക പ്രവാചകനെ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, പ്രവാചകനെ പിൻപറ്റുക. അതാണ്
നബിയോട് പറയാനുള്ള പറഞ്ഞത്, പ്രവാചകനെ പറ്റൂല. യഹ്ബൂക്കും അള്ളാഹു നിങ്ങൾ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചാലോ നമ്മൾ സ്വർഗത്തിൽ കിടക്കാം. വാലിദീൻ ഒരു ഹദീസിലങ്ങനെ പറഞ്ഞിട്ടോ, അള്ളാഹു തൃപ്തി മാതാപിതാക്കൾ തൃപ്തിയിലാവുന്നു. മാതാപിതാക്കൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ റളിയല്ലാഹു അൻഹും അവർ അള്ളാഹുത്തെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, തൃപ്തിപ്പെടട്ടെ എന്ന് സാഹിബിനെ പറ്റി ഇപ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയാൽ സ്വർഗവാസികളാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും, അള്ളാഹ് വെറുത്ത് കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കും. അപ്പം അതിന് മാർഗം എന്തേ പറയുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാനാണ് പറഞ്ഞത്. അത് നമ്മൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. അതിനെതിരെയാണ് നമ്മളെ പണ്ഡിതന്മാർ, നമ്മളെ നേതാക്കന്മാർ, അമ്മവാപ്പന്മാർ നമ്മളെന്ത് ചെയ്യേണ്ട? സ്വീകരിക്കേണ്ടതില്ല. കാരണം നമ്മളെ കാര്യം ഒറ്റക്കാണ് നമ്മളെ വിചാരണ ചെയ്യുക. മരിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരണ സമയത്ത് വാപ്പന്മാരെ നരകത്തിട്ടാളേ എന്ന് കുറ്റവാളികൾ ആവശ്യപ്പെടും. വാപ്പന്മാർ മക്കളെ നരകത്തിട്ടാളെ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം? നരകത്തിന് രക്ഷ നൽകാനും സാൽസായിലുണ്ട്. യവത്തിൽ മുജിർമു മനി ആ ആയത്താണ് ഊതി വയ്ക്കുക. സാൽസായി ചെറിയ സൂറത്തുള്ളത് അവിടെ നമുക്ക് കാണാം. അപ്പോൾ ആർക്കും ആരോടും എന്തല്ല ഒരു വിജയത്തോടെ ആർക്കും ആരെയും സഹായിക്കാനും സാധ്യമല്ല. അതാണ് നമ്മൾ ഓർക്കുന്നത്. ആരും ശുപാർശ ചെയ്യാൻ അവിടെ എന്തല്ല അങ്ങനെ അറിയത്തിലുണ്ട എന്ന് പറയാൻ, അത് സ്വീകരിക്കാൻ അനുവാദമില്ല. അവിടെ നിന്ന് സ്വീകരിക്കപ്പെടില്ല. നരകത്തിൽ വീണിന് ശേഷം എന്താണ് വിശ്വാസികൾ തൗഹീദ് മരിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പന പ്രകാരം ഇതവർക്കൊക്കെ ആണ് ശുപാർശ ചെയ്തതെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളൊക്കെ അവസാന അധികാരം അതിന് കൊടുക്കും. അവന് അള്ളാഹു കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്ത് ശുപാർശയ്ക്ക് ആവശ്യപ്പെടും. അങ്ങനെ അവരെ സ്വർഗത്തിൽ കയറ്റും. അപ്പം നരകത്തിൽ വീണിന് ശേഷം തൗഹീദോട് മരിച്ചവർക്ക് വേണ്ടിയിട്ട്. തൗഹീദ് ഇല്ലാതെ മരിച്ചാലോ, ശിർക്കോട് മരിച്ചോളോ ഒരിക്കലും സുഖത്തിൽ നിന്ന് പ്രവേശിക്കില്ല. കാരണം നരകവുമാണ്. അവർ വിചാരണ പറഞ്ഞ ശുപാർശയില്ല. അത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തആല നമുക്ക് നേരെ ഖുർആൻ പറഞ്ഞ സൂറത്ത് ആൽ ഇംറാൻ 31 നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, സ്വർഗം ആഹരിക്കുന്നുവെങ്കിൽ, നരകത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ആരെ വേണം? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിക്കണം. അതാണ് ഇൽമു പഠിക്കാൻ നിർബന്ധമായി ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. എല്ലാ ആണുപെണ്ണുങ്ങളെയും മേൽ ഇൽമു പഠിക്കൽ നിർബന്ധം. ഇൽമു എന്നാൽ പരിശുദ്ധ ഖുർആനും ഹദീസുമാണ്. അതാണ് 13 വർഷക്കാലം സാഹിബിനെ പഠിപ്പിച്ചത്. ശേഷമാണ് നമസ്കാരം പോയി നിർബന്ധമാക്കി ആവർത്തിച്ച് മനസ്സിലാക്കുക. കാര്യങ്ങളൊക്കെ നാം എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? സാധാരണക്കാർക്കുള്ള ഉപദേശങ്ങളാണ്. സാധാരണക്കാരായ ആളുകൾ കേൾക്കുന്നത്, കൂട്ടത്തിൽ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ കേൾക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യണം? സാധാരണക്കാരാളുകളെ എന്ത് ചെയ്യുന്നു? വഴിയിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കണം. ചിലർ അറിഞ്ഞുകൂടി ചെയ്യുന്നു, ചിലർ അറിയാതെ ചെയ്യുന്നു. ദുനിയാവിൻ്റെ കാശിന് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങ് ഖുർആനിൻ്റെ കാര്യം പറയുന്നത് ധാരാളം പണ്ഡിതന്മാർ ജനങ്ങൾ സമ്പത്തിൽ അന്യായം എത്തുകയും യഥാർത്ഥ മാർഗം തെറ്റിച്ച് കളയുന്നു എന്ന് സൂറത്ത് തൊബീൽ ഒരായത്തിലൂടെ പറയുന്നുണ്ട്. അപ്പം ആൾക്കാർ ഓർക്കുക, അത് മരിച്ചു വന്നതിന് ശേഷമോ പണ്ഡിതന്മാരെ പിൻപറ്റി, പണ്ഡിതന്മാരും എല്ലാം പിൻപറ്റിയവരും ഒക്കെ തന്നെ നരകത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ പണ്ഡിതന്മാരെ പിന്നാറ്റി അവർ ഞങ്ങൾ വഴിപ്പിച്ചു എന്ന് അവിടെ കേൾച്ച് പറയും. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മുൻകൂറെ ഖുർആനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹുത്തിൽ പഠിപ്പിച്ച് നിൽക്കണം. അപ്പോൾ പണ്ഡിതന്മാരെ പിൻപറ്റേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സാഹിബത്തെ മാർഗമാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, അതാണ് അള്ളാഹ് പറഞ്ഞത്. അതെന്ത് ചെയ്യണം? ഞാൻ പഠിച്ചറിയണം. നേതാക്കന്മാരെ പിൻപറ്റണ്ട, ഫാൻസുകളായി പോകേണ്ട. ഏത് സംഘടന ആയാലും ശരി, അള്ളാഹു റസൂൽ പഠിപ്പിച്ചെന്ന കാര്യം മുസ്ലിം ശരിയായിരിക്കണം. ഖുർആൻ ഓതി കൊണ്ട് മാത്രം തെളിവ് സ്വീകരിച്ചുകൂടാ. ആ ഖുർആൻ അടിസ്ഥാനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി ശരിയിൽ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ അതുകൂടി നമ്മൾ ഓർക്കണം. അല്ലാതെ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് തെറ്റായ തഫ്സീർ നൽകിക്കൊണ്ട് മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്താനും പ്രവാചകന്മാരോട് പാമ്പ് തേടുവാനൊക്കെ ഇവിടെ സമസ്തക്കാരെ പ്രമേയം ഇതിലാക്കിയിട്ടുണ്ട്. അതിനൊന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രമേയത്തിനനുസരിച്ച് ഖുർആൻ ഹദീസും വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിച്ചുകൂടാ. സ്വഹീഹ് ഹദീസ് ഉണ്ടോ? ഖുർആൻ ഓതണം. അതോടുകൂടി സ്വഹീഹ് ഹദീസ് അടിസ്ഥാനത്തിൽ മനുഷ്യ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? വഫാത്തായ പ്രവാചകനോട് പാപമോചനം തേടുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നേർച്ചകളുടെ വ്യവഹാരങ്ങൾ അള്ളാഹുള്ളവർക്ക് അർപ്പിക്കുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ചര്യ നബിശൈലിയിലുണ്ടോ ഇല്ലേ? അത് നമുക്ക്
ഖുർആൻ മാത്രം ഓതിയ പോരാ, വ്യഭിചരിയില്ല ഉണ്ടോ ഇല്ലേ? അത് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. സാധാരണക്കാരായ ആളുകൾ നമ്മൾ പണ്ഡിതന്മാർ ചോദിച്ചു നോക്കണം. നിങ്ങൾ പ്രമേയം എഴുതി 20 കാര്യങ്ങൾ കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സുവനീർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം. അത് മതാനുഷ്ഠാനങ്ങളാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചെതിരില്ലാതെ മാത്രമല്ല അതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവർ എന്തല്ല സുന്നികളല്ല, ഇമാമത്ത് പറ്റൂല, പാകിസ്ഥാനത്ത് പറ്റൂല എന്നും പറഞ്ഞ് ഖുർആനും ഹദീസും ഉൾക്കൊണ്ട് ജീവിക്കുന്ന, അത് പ്രവാചകം ചെയ്യുന്ന സത്യവിശ്വാസികളായ മുജാഹിദീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വഴിപ്പിക്കുന്നവരായി നിങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർക്കറിയില്ല. അവരറിയാതെ ഖുർആൻ ഹദീസ് പഠിക്കാതെ വിഭജനം മനസ്സാക്കാതെ നിങ്ങളെ പ്രസംഗം കേട്ട് നിങ്ങൾ താടിയും തലികെട്ടും കണ്ട് അത് വഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നേതാക്കന്മാരെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പറഞ്ഞിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ പൈസ വാങ്ങിക്കോളി, അല്ലാതെ വഴിവഴിക്കാതെ നിൽക്കുക. ഈ അനാചാരങ്ങൾ ചെയ്യിപ്പിക്കാതെ, ശരിക്കും വിദ്യാർത്ഥി ചെയ്യിപ്പിക്കാതെ, യഥാർത്ഥ വിശ്വാസം ആചാരങ്ങൾ വിശ്വാസം ചര്യയിലുള്ളത് നിങ്ങൾ പഠിക്കുക. ആ അടിസ്ഥാനത്തിൽ അവരോടും പ്രതീക്ഷയോ നേർവഴിയിലേക്ക് കൊണ്ടുവരിക. ഞങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിച്ചറിഞ്ഞ് വിശ്വാസം ചര്യകൾ പഠിച്ചറിഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാരായ സമസ്തക്കാരെ ഞങ്ങൾക്കുണ്ട്. പ്രമേയമല്ല, പ്രമേയത്തിനനുസരിച്ച് ജീവിച്ചാൽ വഴിച്ചു പോകും. അള്ളാഹുവിൻ്റെ പ്രമേയം, അള്ളാഹു പ്രവാചകൻ്റെ പ്രമേയം, അതാണ് സ്വീകരിക്കേണ്ടത്. അത് നബി സാഹിബ് മാർഗം. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ജല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻകും തുഹിബ്ബൂനല്ലാഹ്, പറയുക പ്രവാചക, ഇൻകും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, പ്രവാചകനെ പിൻപറ്റുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബിമാരോട് ആളത് കേട്ടത്. അവരെന്ത് ചെയ്തു? നബി സ്വല്ലല്ലാഹു പിൻപറ്റി. അള്ളാഹു അങ്ങനെ സ്നേഹിച്ചു. അഫുലക്കും സ്നേഹിച്ചല്ലോ, അള്ളാഹു എന്ന സർട്ടിഫിക്കറ്റ് നൽകിയല്ലോ. അള്ളാഹു അവരെ എന്ത് ചെയ്തു? തൃപ്തിപ്പെട്ടു. അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടു, സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകി. അഫുലക്കും ദുരൂഹം, നിങ്ങൾ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു അള്ളാഹു തആല ധാരാളമായ പാപം പൊറുക്കുന്നവനാണ്. ഈ സന്തോഷ വാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് ഖുർആനിലൂടെ. അത് നമ്മൾ സ്വീകരിക്കുക. എന്ത് തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞെരുക്കളും കുടുംബത്തിൽ നിന്ന് സമൂഹങ്ങളുണ്ടായാൽ പോലും എന്ത് ചെയ്യുക? നിമിഷരികൾ പഠിച്ചറിഞ്ഞുകൊണ്ട് അത് പിൻപറ്റി ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുന്ന വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ്. മറ്റൊരായത്ത് കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹദീസ് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അത് സൂറത്ത് തൗബയിൽ നിന്നുള്ളതാണ് ഞാൻ ഓതി തീർക്കാൻ പോകുന്നത്. വളരെ പ്രസക്തി ഉള്ള കാര്യമാണ്. സൂറത്ത് തൗബയിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ജനങ്ങളെ വഴി വെച്ച് പോകാനുള്ള സുപ്രധാന കാരണം പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അക്കാര്യം അല്ലാഹു തആല നമുക്ക് എടുത്തുദ്ദേശിയായി തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും കാര്യം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ആയത്തിന് ഈ ആയത്താണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സൂറത്ത് തൗബയിലെ 31 ആയത്താണ് ഞാൻ നിങ്ങളെ ഇനി ഓതി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പ് സൂറത്ത് ആൽ ഇംറാനിൽ 31 ആയത്താണ് ഓതിയത്. അപ്പോൾ ഇവിടെ സൂറത്ത് തൗബയിലാണ്. ഇത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയമ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹൻ വാഹിദ. ചിലയിടങ്ങളിൽ അങ്ങനെയാണ് ഇല്ലാ ലിയഅബ്ദുല്ലാഹ എന്നുണ്ട്. ഇവിടെ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ ഓടണം. അവിടെ അങ്ങനെ ഓടണം, ഇവിടെ ഇങ്ങനെ ഓടണം. പലപ്പോഴായി നമ്മൾ നാവിലൂടെ എന്ത് ചെയ്യുന്നു? സ്വാധീനം ഉണ്ടാകും. ധാരാളമായി ഓതിയ ആയത്തുകളൊക്കെ തന്നെ ഓർമ്മ എന്നാൽ എന്ത് ചെയ്യണം? കാണാതെ പോകുമ്പോൾ നമ്മൾ തിരുത്തണത്. അറിയാതെ ഒന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? പുറത്തു വരും. അതാണ് ചോദിക്കണം, എന്തേ ഈ വിഷയം പറയാൻ കാരണം? ഇതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാവും. ഇത്തഖദു അഹ്ബാറുഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ആരെ സംബന്ധിച്ച് പറഞ്ഞ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണല്ലോ യഹൂദികളും നസ്രാണികളും. ജൂതന്മാരാണല്ലോ.
അവർക്ക് തൗറാത്ത് ഇഞ്ചീൽ വേദന നൽകി. അവരെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞു അവസാന പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് സ്വന്തം മക്കൾ അറിയുന്ന രൂപത്തിലൂടെ അവർ പ്രതിപാദിച്ചിട്ടില്ല. എന്നിട്ട് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയില്ല, അവർ വിശ്വസിച്ചില്ല എന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തെറ്റുകുറ്റങ്ങൾ ശ്രമിച്ചാണ് പറയുന്നത്. ആ ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മൾ ആവരിച്ചാൽ നമ്മളും തെറ്റുകുറ്റത്തിൽ പെട്ടുപോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തഹദു അഹ്ബാറുഹും റുഹാനും അർബാബുമില്ല, അവരുടെ പണ്ഡിത പുരോഹിതന്മാരെയും അതേപോലെ തന്നെ ഒരു മസീഹബിൻ മറിയമിൻ്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചിരുന്നു. അതെ, ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഈസാ നബി ഇസ്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഈസാ നബി ഇസ്ലാമിനോടും വഫാത്തായ മറിയം ബീവിയോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, വൈബേദനക്ക് സഹായം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, പാപമൊന്നും നേടിക്കൊണ്ടിരിക്കുന്നു. പൈതുവാരി സമസ്തകാലം മുത്തനബിയെ രക്ഷിക്കണേ, മുത്തനബിയെ മുത്തനബിയെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, മുത്തനബി വഫാത്തായിപ്പോയി. എന്നാൽ ഈസാ നബി ഇസ്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നത്, ആരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഈസാ നബി ഇസ്ലാമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പാപവും നേടിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമി ഇസ്ലാമിനോട്. അതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം, നമ്മളെ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം, സൗഹൃദങ്ങൾക്ക് അറിയാം. എന്നിട്ടും എന്ത് ചെയ്യുന്നു, നമ്മളെ സമൂഹം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപവും നേടിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാര്യം ഓർക്കുക. അവർ ചെയ്തിരുന്നത് ആരോടാണ്? അവർ ഈസാ നബി ഇസ്ലാമിനോടും മറിയം ബീവിനോടും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ രക്ഷാഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആക്ഷേപകരമായി കൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അവരുടെ പണ്ഡിത പുരോഹിതന്മാരെയും മറിയമിൻ്റെ മകനായ ഈ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷാതാക്കളായി സ്വീകരിച്ചു. പറഞ്ഞില്ല, ഇത്തഹദു അഹ്ബാറുഹും റുഹ്ബാനുഹും അർബാബിൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ് ഇബ്നു മറിയമ. ശേഷം പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദാ. എന്നാൽ ഏക ആരാധനയെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായിരുന്നു അവരോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. അതിന് പുറമെ എന്ത് ചെയ്യുന്നു, അള്ളാഹു വഴിയുള്ളവർക്ക് ഇവർക്കൊക്കെ എന്ത് ചെയ്തു, അവർ രക്ഷ അഭ്യർത്ഥിച്ചു, പാപം നേടി ഇബാദത്തുകൾ അർപ്പിച്ചു. ശേഷം അള്ളാഹു തആല പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അടിത്തറ, അവനല്ലാതെ ഒരു ആരാധനയുമില്ല, അത് അള്ളാഹുവില്ലാതെ ഒരു ആരാധനയുമില്ല. സുബ്ഹാനഹു, അവനെത്രയോ പരിശുദ്ധൻ, അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നിരുന്നു. എന്താണ് ശിർക്ക് ചെയ്തിരുന്നത്? ഈശ മൂസാക്ക് സ്വീകരിക്കട്ടെ, അതേപോലെ തന്നെ പാപം പുറത്ത് തരുവാനും ഒക്കെ തന്നെ അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു അള്ളാഹുവിനോടൊക്കെ. അപ്പോൾ അള്ളാഹുവിനോടൊക്കെ പ്രവാചകന്മാരല്ലേ, പുണ്യവന്മാരല്ലേ അവരൊക്കെ. നബി അലൈഹി ഇസ്ലാമിനോട് എന്ത് ചെയ്തു, അഭ്യർത്ഥിച്ചുകൊണ്ടിരിച്ചു. അപ്പോൾ അള്ളാഹു വഴിയുള്ള മഹാന്മാർ ആണല്ലോ അവർക്ക് ഇസ്ലാമി ഇസ്ലാം. അള്ളാഹു നമ്മളെ സൃഷ്ടാവാണ്, രക്ഷിതാവാണ്. അള്ളാഹുവിനോട് രക്ഷാഭ്യർത്ഥിക്കുന്ന പോലെ മഹാന്മാരോട് രക്ഷാഭ്യർത്ഥിക്കാൻ നമുക്ക് അനുവദനീയമായിരുന്നുവെങ്കിൽ ഈസാ നബി ഇസ്ലാമിൻ്റെ ആൾക്കാർ ഇസ്ലാമി ഇസ്ലാമിനെ രക്ഷാഭ്യർത്ഥിച്ചുകൊണ്ട് പാപം തേടി നമ്മളെന്തിനാ എതിർക്കുന്നത്? അത് തെറ്റാണ്, പാടില്ല. നബി ഇസ്ലാമിനോട് എന്ത് ചെയ്തിരുന്നു, അതേപോലത്തെ യഹൂദികൾ രക്ഷാഭ്യർത്ഥിച്ചിരുന്നു, അത്തരം കാര്യങ്ങൾ ഇബാദത്ത് അർപ്പിച്ചിരുന്നു. അത് ഖുർആൻ എന്ത് ചെയ്തിരുന്നു, വിമർശിക്കുന്നുണ്ട്. അതൊക്കെ പുണ്യവാന്മാരെ ആളുകളാണല്ലോ. മറിയം ബീവി പുണ്യവതിയാണല്ലോ, അവരോട് എന്ത് ചെയ്ത് രക്ഷ അഭ്യർത്ഥിച്ചിരുന്നു. അത് അവരോട് അതിനൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കും അത് ബാധകമാണ്. കാരണം അതൊക്കെ ആരാധനകളാകുന്നു, ആരാധിക്കാൻ അള്ളാഹു ആകുന്നു. അത് തന്നെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, പരീങ്ങളോട് രക്ഷ ചോദിക്കുന്നു, മൊയ്‌ദീൻ ശൈഖിനോട് രക്ഷ ചോദിക്കുന്നു, മുത്തനബിയോട് പാപം നേടുന്നു. ഇത് അപ്പോൾ ശരിയാണോ? നമ്മൾ ചിന്തിച്ചു നോക്കാൻ അറിയില്ലേ, ശരിയല്ല, തെറ്റാണ്. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ആരാധനകൾ ആണ് ഇതൊക്കെ. അത് അവനർപ്പിക്കാതെ അവർ ശിർക്ക് ചെയ്യുന്നു. അപ്പോൾ അവനത്ര പരിശുദ്ധൻ, പങ്കുചേർക്കണത് അള്ളാഹുവിനോട് ആരാധന. അള്ളാഹു ഇരിക്കെ അദ്ദേഹം അർപ്പിക്കേണ്ട ആരാധനകൾ ശരിക്കും അർപ്പിക്കുക. മറിയം ബീവിക്കും ഈസാ നബിക്കും ഉസൈർ നബിക്കും അർപ്പിക്കുന്നത് ശിർക്കാണ്, അതിനെ പരിശുദ്ധനാവുന്നു എന്നാണ് അള്ളാഹു തആല ആ ഈ ആയത്തുകൾ പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകണം. അതായത്
ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആര് ഹദീബിന് ആദ്യം റളിയല്ലാഹു അൻഹു അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ച ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല, ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യം വന്നു ക്രിസ്തീയ മതം തെറ്റാണ്, ഇസ്ലാം മതം സ്വീകരിക്കാം വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരികയുണ്ടായി. സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുള്ള. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നപ്പോഴേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ തഫ്സീർ ഹദീസിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബികളാണ്, അവർക്ക് ആയത്ത് ഓതിക്കൊണ്ടിപ്പോൾ അർത്ഥം അറിയും, നമ്മളതിൻ്റെ അർത്ഥം വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് വരുന്നത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ, ഞങ്ങൾ പണ്ഡിത പോലും ആരാധിക്കുന്നില്ലല്ലോ, നിഷേധിക്കാറുണ്ടത് ഉണ്ട്, ഇല്ലാതെ ഉണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു പറയുന്നത്. അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യം അവർ ഹലാലാക്കി തരുന്നില്ലേ എന്ന് ചോദിച്ചു. അതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യം ഹലാലാക്കി തരുന്നില്ലേ? ഉണ്ട്. ഹലാലാക്കി തരുന്ന കാര്യം ഹറാമാക്കി തരുന്നില്ലേ? ഉണ്ട്. ഇത് നിങ്ങൾ ആ പണ്ഡിത പോലും പിൻപറ്റുന്നില്ലേ? ഉണ്ട്. അതാണ് എന്ത് അവർക്ക് ചെയ്യുന്ന ആരാധന. പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റുക, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കുക, അപ്പോഴെന്നിട്ട് എന്ത് ചെയ്യുക, പിൻപറ്റുക. അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ കാര്യം ഹറാമാക്കുക, അല്ലെങ്കിൽ ഹറാമാക്കിയ കാര്യം ഹലാലാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു. അത് രണ്ടാലൊന്നായാലും എന്ത് ചെയ്യുന്നു, അത് പിൻപറ്റുക എന്നുള്ളതാവുന്നു അവർക്ക് ആരാധിക്കുന്നത്. അപ്പോൾ എന്താവുന്നു, ഈ മനുഷ്യ മഹാത്മാക്കളോട് സഹായം ചെയ്യാനോ ഫാത്തിഹ പ്രവാചകനോട് പാപം നേടാനോ ആരും പഠിപ്പിച്ചെന്നില്ല, അള്ളയും അല്ലാഹു റസൂലും പഠിപ്പിച്ചെന്നില്ല. പിന്നെ ആരെ പഠിപ്പിച്ചെന്നു? സമസ്തയുടെ പ്രമേയം നോക്കിയാൽ അറിയാം, അത് പഠിപ്പിച്ചത് സമസ്തക്കാരാണ്. ഖുർആനോ ഹദീസോ എന്ത് ചെയ്തില്ല, അതിൽ ഉദ്ധരിച്ചിട്ടുമില്ല. അപ്പോൾ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളാണ് 39 അനാചാരങ്ങൾ. ആചാരമാണല്ലോ ഹലാലാക്കിയത്. അനാചാരങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് വിരോധിക്കേണ്ടത്. ഷർറുൽ ഉമൂർ, അതൊക്കെ ഷർറായത് അത് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. ഒക്കെൽ മഹീൻ ബിദഅ, എല്ലാ പുതിയതായി നിർമ്മിച്ചുണ്ടാക്കാനും ബിദഅത്താണ്. കുല്ല ബിദഅത്തും വലാല, എല്ലാ ബിദഅത്തും വലാലത്തും വഴിച്ച മാർഗമാണെന്നാണ് പറഞ്ഞത് നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചത്. അപ്പോൾ 31ഓളം അനാചാരങ്ങൾ എഴുതിണ്ടാക്കി സമസ്തകാര് പ്രമേയത്തിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഹറാമായ കാര്യങ്ങളാണ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളാവുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയില്ലാത്ത കാര്യങ്ങളാവുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, ഖുർആനോ ഹദീസോ തെളിവില്ല. അത് തന്നെ പണ്ഡിതന്മാർ കൂടിക്കാണ്ട്, സമസ്ത പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് ആവർത്തിച്ച് എന്ത് ചെയ്യുന്നു, അതാണ് ഇവിടെ സമസ്കാരിലൂടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കും. പിൻപറ്റാൻ വേണ്ടി അവരെ പള്ളികളിലും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ പിൻപറ്റിയാൽ, അത് പിൻപറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നേർച്ചകൾ, മൗലൂദുകൾ, ുകൾ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്തിഹാസുകൾ, തവസ്സുലുകൾ, കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. പ്രമേയം അതൊക്കെ അള്ളാഹു റസൂലോ പഠിപ്പിച്ചെന്നല്ല. അള്ളാഹു റസൂലോ പഠിപ്പിച്ചത് അങ്ങനെ പ്രമേയം എഴുതിയ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതായിരിക്കുന്നത്. അള്ളാഹു റസൂലും പഠിപ്പിച്ചെന്നോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബും ചെയ്തതെന്നോ അല്ല. അത് പിൻപറ്റുക എന്നെന്താവുന്നു, അവരെ ആരാധിക്കുന്ന തുല്യമാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ അവരെന്ത് ചെയ്തു, പ്രമേയം ഉണ്ടാക്കി, സഭ കൂടി പാസ്സാക്കി, ഹറാമായത് ഹലാലാക്കി, ഹലാലായത് ഹറാമാക്കി കൊണ്ട് ജനങ്ങൾക്ക് നേതൃത്വം നൽകി. അതെന്താവുന്നു, അത് അവർ ആരാധിക്കലാണ്. ഇത്തഹദു അഹ്ബാറഹും റുഹ്ബാനും അർബാബിൻ മിൻ ദൂനില്ലാഹ് എന്ന ആയത്തിലൂടെ അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തു. അത്തരത്തിലുള്ള ഒരു കോപ്പി ജീവിതം നമ്മുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, സമസ്തക്കാരും എഴുതിണ്ടാക്കി. അതാണ് സമസ്ത പ്രമേയം. അത് നമ്മൾ പിൻപറ്റിയാൽ നമ്മളെന്ത് ചെയ്യുന്നു, അള്ളാഹു ഒഴികെയുള്ളവരെ ആരാധിക്കും തുല്യമാവും. തഖ്ദു അഹ്ബാറുഹും റുഹ്ബാനും അർബാബിൻ മിൻ ദൂനില്ലാഹ്
എന്നുള്ള ആയത്ത് നമുക്കും എന്താവുന്നു, നമുക്കും അത് താക്കീതായി വരും. അതുകൊണ്ട് അത് പിൻപറ്റരുത്, ആ പ്രമേയം പിൻപറ്റരുത് എന്നുള്ളതാണ്. അങ്ങനെ പിൻപറ്റിയാൽ അവരെ ആരാധിക്കും തുല്യമാണ്. അപ്പോൾ ആരാധന അള്ളാഹുവിനുള്ളവർക്ക് അർപ്പിക്കും തുല്യമാണ്. കുത്തുവെയ്ത്തുകൾ എന്തൊക്കെയുണ്ടോ സമസ്തക്കാർ ചെയ്തിരുന്ന അനാചാരങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പിൻപറ്റിയാൽ അത് അവരെ ആരാധിക്കുന്നതിന് തുല്യമാവുന്നു, ഇസ്ലാമിന് പുറത്തു പോകും. നമ്മളെന്താണ് സ്വീകരിക്കേണ്ടത്? അത് നബിജിയിൽപ്പെട്ടതല്ല, ബിദ്അത്താണ്, വലാത്താണ്. നമ്മൾ സ്വീകരിക്കേണ്ട നബിശരിയാണ്. അതെന്താവുന്നു? അള്ളാഹു റസൂലും പഠിപ്പിച്ചു തന്നത്, അത് നബി സാഹിബ് മാർഗം. അതാണ് അലി വസാബി, ഞാൻ എൻ്റെ സാബത്ത് ഏതോ ഒരു മാർഗമുള്ള ആ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് സ്വീകരിക്കേണ്ടത്, അതാണ് സുന്നത്ത്. മറ്റെന്താണ്? ബിദ്അത്താണ്, വലാത്താണ്, ശിർക്കത്തുമാണ്, വലിയ അപകടകരമായ കാര്യമാവുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. മനസ്സിലാക്കണം, നമ്മൾ ഇസ്ലാം ദീന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. സമസ്തക്കാരായി ആ പ്രമേയം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പണ്ഡിത പുരോഹിതന്മാരെ നമ്മൾ പിൻപറ്റി ജീവിച്ചാൽ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ നമുക്ക് ആരെയും പിൻപറ്റാൻ പാടുള്ളതല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്, അതാണ് ആവർത്തി മനസ്സിലാക്കേണ്ടത്. അതാണ് ഷഹാദത്ത്, അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രതിജ്ഞ ചെയ്യലാണ്, അള്ളാഹിനെ പ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് മുമ്പിൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞാനിതാ സാക്ഷി വഹിക്കുന്നവർ ശരിയായിരിക്കണം അടം വരെ പിൻപറ്റേണ്ടത്. അത് പഠിച്ചറിയണം. മിസ്ലാംഫുൽ ജമൽ എന്ന് പറഞ്ഞു മറ്റേ സന്ദർഭത്തിൽ, കടിഞ്ഞാണിട്ട് ഒട്ടകത്തെ പോലെ. അപ്പം നമ്മൾ കടിഞ്ഞാണം വിശ്വാസം കയ്യിലാണ്. വിശ്വാസമെ പിൻപറ്റിയാണ് നാം ജീവിക്കേണ്ടത്. നബി ആ ജീവിതമാണ് സാഹിബന്മാർ ജീവിച്ച് മാതൃക കാണിച്ചത്. അതുകൊണ്ടാണ് അലി സാഹിബ്, ഞാനും എൻ്റെ സാഹിബത്തിൽ ഏതോ മാർഗത്തിലാണ്, ആ മാർഗം. ഏത് സാഹിബ് ചെയ്താലോ വിശ്വാസം അംഗീകാരം പറ്റൂല, ഇമാമികൾ ചെയ്താലോ പറ്റൂല. നബിസ്വലാമിൻ്റെ അംഗീകാരമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇല്ലേ എന്താണ് തള്ളിക്കളയാം. നബിസ്വലാമിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ കൗല്, കൽപ്പനകൾ, ഷോയില്, പ്രവൃത്തികൾ, അല്ലെങ്കിൽ തഖ്രീർ, അംഗീകാരം. ഇത് മൂന്നാലൊന്നുണ്ടോ അത് നബി ശരിയാണ്, പിൻവലിക്കുക. പെടാത്തൊരു കാര്യം നമ്മൾ പിൻപറ്റിയാൽ സമസ്തക്കാരെ പ്രമേയം പെടാത്തതാണ്. ഒന്നും നബിസ്വലാമിൻ്റെ ശരീരത്തിൽപ്പെട്ടതല്ല. അതെന്താവുന്നു? ഇസ്ലാമിന് പുറത്തു പോകും ജാഹിലിയ്യ സമ്പ്രദായമാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും ശരിക്കും വിധത്തിൽ എത്തിപ്പെടുന്ന, അപകടത്തിൽ എത്തിപ്പെടുന്ന കാര്യം. അത് സൂക്ഷിക്കുക. അത് അവരാ ഏത് ഭക്ത ആവട്ടെ, ഖുർആൻ ഹദീസുണ്ടോ നമുക്ക് സ്വീകരിക്കാം, ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാം? അത് പിൻപറ്റിക്കൂടാ. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ ഇതായി ആരാധിക്കലായി ഇസ്ലാമിൽ പുറത്തു പോകും. ഫാൻസുകളായിക്കൊണ്ട് നമ്മൾ ആളുകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫാൻസുകളെ നമ്മൾ പിൻപറ്റിയാൽ നിങ്ങളോട് സഹായം ചെയ്യിക്കാം, സെഹർ ബാധിക്കൂല, അത് തീരില്ല എന്ന് പറഞ്ഞ് വേറെ വിഭാഗം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചവരോട് സഹായം ചെയ്യിക്കാൻ വെക്കാം. അത് അനുവദനീയമാണ്. അവരെ പിൻപറ്റി ജീവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വഴിച്ചു പോകും, യഥാർത്ഥമായി തെറ്റിപ്പോകും. എന്തായിരിക്കണം? അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്ത് അലൈഹി സാഹിബി, അതാണ് ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത്, അത് പറയേണ്ടത്. അതുകൊണ്ട് കഥ ഓർത്തുകൊണ്ട് ഇസ്ലാമിൽ തന്നെ നിൽക്കാൻ ഇസ്ലാമിക ശരീരം പഠിച്ചറിയുക മാറട്ടെ. ഇനി മറ്റു കാര്യം പ്രധാനമായി ഒരു സംശയം ചോദിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് അറഫ നോമ്പിനെ സംബന്ധിച്ചല്ല, അറഫ നോമ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഈ കൊല്ലത്തും കഴിഞ്ഞ കൊല്ലത്തും ഒരു നമ്മളൊക്കെ അറഫ നോമ്പോടുകൂടി നമുക്ക് കൊടുക്കപ്പെടും നോറ്റിട്ടുണ്ടെങ്കിൽ. എന്നാൽ മുഹറം മാസത്തിന് മുമ്പ്, മുഹറം 10 നോമ്പ് എന്ത് ചെയ്യുന്നു? നമുക്ക് വളരെയധികം സുന്നത്താക്കപ്പെട്ട നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മളെ കഴിഞ്ഞുപോയ വർഷത്തെ പാപം പൊറുക്കപ്പെടും എന്നാണ് ഇന്ത്യയിലുള്ള മുഹറം മാസത്തിലെ ആ നോമ്പ് നോറ്റാൽ, മുഹറം 10 നോറ്റാനുള്ള പ്രത്യേകതയായി പഠിപ്പിച്ചത് ഹദീസുകൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അറഫ നോമ്പ് നോറ്റാലോ വരാൻ പോകുന്ന വർഷത്തെ പാപ്പവും കഴിഞ്ഞു പോയ വർഷത്തെ പാപ്പവും പുറത്തുവരും. അത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ അറഫ നോമ്പ് എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ നോക്കാറുണ്ടല്ലോ. എന്നാൽ മുഹറം മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? ജൂതന്മാർ
മുഹറം മാസം 10 അന്നത്തെ നോമ്പ് നോറ്റിയിരുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൂസയെക്കാളും അല്ല ഇവരെക്കാളും യഹൂദികളെക്കാളും കൂടുതൽ മൂസയോട് അടുത്തൊരു നാമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നാം ആ നോമ്പ് നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിലെ 10 നോക്കാൻ തുടങ്ങി. പിന്നീട് അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 9 നോക്കും, അതായത് മുഹറം 9 ഞാൻ നോക്കും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അടുത്ത വർഷം ജീവിച്ചില്ല, വഫാത്തായി. കാരണം നമ്മൾ 9 നമുക്ക് എന്താവുന്നു, സുന്നത്താണ്. അത് അതാണ് തക്രീർ, മൗനാനുവാദം. അതിന് ആ വിഷയം പറയുവാൻ നമ്മൾ കാര്യം പറയാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. 9ഉം 10ഉം നോക്കാൻ നമുക്ക് വളരെയധികം നോക്കാതായ സുന്നത്താണ് എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീപ്പെടുത്തി ഹദീസുകൾ ഇഷ്ടാനുസരണം നമുക്ക് സ്വഹിയായ സുലഭമാണ്. ലൈൻ ബഖീതു ഇലാ ഖാബിൽ ലാസുമന്നൽ യൗമ താസിഅ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നു എങ്കിൽ 9ഉം മുഹറം 9 നോക്കും എന്ന് പറഞ്ഞ വിഷയമാണ് അവിടെ പറഞ്ഞത്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല. അതിന് കാരണം പറഞ്ഞ് അതായത് ഒരു എതിരായും കൊണ്ട്, അത് ആർക്കെതിരായും കൊണ്ട്, യഹൂദന്മാർക്കെതിരായും കൊണ്ട്. അവർ 10 മാത്രമേ നോക്കണ്ടേ, അവർക്ക് എതിരായും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 9 നോക്കുക 10 നോക്കുക എന്ന് പറയുകയുണ്ടായി. സിയാമു യൗമ അറഫ തൊട്ട് ഒരാഴ്ചയും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നോക്കുക. സിയാമു യൗമ അറഫ, അറഫ നോമ്പ്. അഹ്തസിബു അലാ അല്ലാഹി അൻ യുകഫിറ സനത്തൽ ലത്തി ഖബ്ലഹു വസനത്തൽ ലത്തി ബഅദഹു. അറഫ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ എന്ത് ചെയ്യുന്നു, പൊറുക്കപ്പെടുമെന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ പൊറുക്കപ്പെടുമെന്ന് കണക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മുസ്ലിം മുഖേന പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിയാമു യൗമ ആശുറ, അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം മുഹറം 10 നോമ്പിൻ്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തൽ ലത്തി ഖബ്ലഹു. റവാഹു മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു, പൊറുക്കപ്പെടുമെന്നായി കണക്കാക്കപ്പെടുമെന്ന് അല്ലാഹു തആല അങ്ങനെ പ്രതിഫലം നൽകപ്പെടും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, കഴിഞ്ഞു അല്ല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണക്കൂട്ടും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഇത് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 2 നോമ്പുകളും നോക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്, ആശുപത്രിയിലും വീടുകളിലുമൊക്കെ തന്നെ രോഗത്തിൽ കഴിഞ്ഞു കൂടുന്നവർ ഞങ്ങൾ തന്നെ, പല രോഗങ്ങളും ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ നീ ശിഫാക്കി തരണം തമ്പുരാനെ. ആർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ തൗഹീദോട് ജീവിച്ച് തൗഹീദിൽ മരിച്ച് ഞാൻ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ തൗഫീഖ് നൽകണമേ. ഞങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, മനക്ലേശങ്ങളുണ്ട്. അതൊക്കെ തന്നെ അല്ലാഹുവേ നീ തീർത്തു തരണമേ. ഞങ്ങൾക്ക് ഇതിനോടെല്ലാം മറ്റൊന്നും ആവശ്യമില്ല. നീ സ്വീകരിക്കണമേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. അതോടുകൂടി ഈ കാലഘട്ടത്തിൽ പിശാച് ജനങ്ങളെ വല്ലാതെ വഴിപിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന് ശരീരത്തെ ഏർപ്പെട്ട് വഴിപിച്ചു പോകുന്നവരിൽ ഞങ്ങൾ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. മുസ്ലിം ശരീരനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൻ്റെ ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന, നരകത്തിൽ പ്രവേശിക്കാൻ സുന്നത്തിൽ പ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان عليك البلاغ، لا حول ولا قوة إلا بالله. وآخر دعوانا الحمد لله رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.